ഹലോ ഗായ്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ഈശോയുടെ പീഡാസഹനത്തിൻ്റെ വഴികളിലൂടെയുള്ള യാത്രയിലെ 1 മുതൽ 8 വരെയുള്ള സ്റ്റേഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പീലാത്തോസിൻ്റെ അരമനയുടെ വിശേഷങ്ങളും അതിൻ്റെ ഭാഗങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ചാനൽ റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 1-ാം സ്ഥലത്താണ്. അപ്പോൾ 1-ാം സ്ഥലത്ത് തന്നെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, അതായത് 1 മുതൽ 14 വരെയുള്ള സ്റ്റേഷൻസിൻ്റെ ഡീറ്റെയിൽസും ഈ ബിൽഡിങ്സിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് പീലാത്തോസിൻ്റെ അരമനയുടെ ഭാഗങ്ങളാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. ഇതെല്ലാം പുരാതനമായിട്ടുള്ള പീലാത്തോസിൻ്റെ അരമനയാണ്. ഇപ്പോൾ അത് ചാപ്പലാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് ചർച്ച് ഓഫ് ഫ്ലാജലേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു റോമൻ കാത്തലിക് ചർച്ചാണ്. അപ്പം ഇതെല്ലാം പീലാത്തോസിൻ്റെ പഴയ അരമനയുടെ ഭാഗങ്ങളാണ്. ശരിക്കും അത് പിന്നീട് റീകൺസ്ട്രക്റ്റ് ചെയ്ത് ചാപ്പലുകളാക്കി മാറ്റിയെന്നേ ഉള്ളൂ. ഇതെല്ലാം ശരിക്കും ആ പുരാതനമായിട്ടുള്ള ആ അരമനയുടെ മെറ്റീരിയലും മറ്റു കാര്യങ്ങളും തന്നെയാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ദേവാലയമായിട്ടാണിത് പണികഴിപ്പിച്ചിരിക്കുന്നത്. അൾത്താരയുടെ മുകളിലായിട്ടുള്ള വിൻഡോയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഗ്ലാസ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് ഈശോയെ മെലങ്കി ഊരി മാറ്റി മുൾക്കിരീടം ധരിപ്പിച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുന്ന ഒരു ചിത്രമാണ് അവിടെ ഗ്ലാസ് പെയിൻറ്റിംഗ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോയെ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി യഹൂദർ പ്രത്തോറിയത്തിൽ പ്രവേശിച്ചില്ല, അശുദ്ധരാകാതെ പെസഹ ഭക്ഷിക്കേണ്ടതിന് അവർ പ്രത്തോറിയത്തിൽ പ്രവേശിച്ചില്ല എന്ന്. റോമൻ ഗവർണറുടെ ഔദ്യോഗിക വസതിക്കാണ് പ്രത്തോറിയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രത്തോറിയത്തിനകത്താണുള്ളത്. വളരെയധികം വേദന ഉളവാക്കുന്ന കാര്യങ്ങൾ നടന്ന ഒരു ഹിസ്റ്റോറിക്കൽ സ്ഥലം കൂടിയാണിത്. ഈ അൾത്താരയുടെ മുകളിലത്തെ സീലിങ്ങിൽ ഈശോയെ അന്ന് റോമാക്കാർ ധരിപ്പിച്ച മുൾക്കിരീടത്തിൻ്റെ ചിത്രമാണ് അവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. ഈശോയെ അവർ മുൾക്കിരീടം ധരിപ്പിച്ചിട്ട് യഹൂദരുടെ രാജാവെ സുസ്തി എന്ന് അവർ വിളിച്ചു പറയുകയും പിന്നീട് ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഈശോ മരണത്തിന് വിധിക്കപ്പെട്ട സ്ഥലമാണ് നമ്മളീ കണ്ടത്. നമ്മൾക്കിനി 2-ാം സ്ഥലം കാണാം. 1-ാം സ്ഥലവും 2-ാം സ്ഥലവും ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ്. ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് ഈ പീലാത്തോസിൻ്റെ അരമനയുടെ ഭാഗങ്ങൾ തന്നെയാണ് ഈ 2 സ്ഥലങ്ങളും. നമ്മളിനി 2-ാം സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു റോമൻ കാത്തലിക് ചർച്ചും ഫ്രാൻസിസ്കൻ ഫാദേഴ്സിൻ്റെ ഒരു മോണസ്ട്രിയുമാണുള്ളത്. ഈശോയെ കുരിശുമരണത്തിന് വിധിച്ചതിൻ്റെ പ്രതീകമായിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ് ഇവിടെ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് മേലങ്കി ഊരി മാറ്റി ഉൾക്കിരീടം ധരിച്ച ഒരു ഈശോയെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന് തൊട്ടിപ്പുറത്തായി അൾത്താരയിൽ ചെയ്തു വെച്ചിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് ഈശോയെ കുരിശുമരണത്തിന് വിധിച്ചതിന് ശേഷം പീലാത്തോസ് കൈ കഴുകിക്കൊണ്ട് ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറയുന്ന അതിൻ്റെ പ്രതീകമായിട്ടുള്ളൊരു സ്റ്റാച്ചുവാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലമെന്ന് പറയുന്നത് പീലാത്തോസിൻ്റെ അരമനയുടെ കൽത്തളം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ഹീബ്രു ഭാഷയിൽ ഗബ്ബാത്ത എന്നും കൽത്തളം എന്നാണ് നമ്മൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതെല്ലാം ശരിക്കും ആ പീലാത്തോസിൻ്റെ പഴയ കൊട്ടാരം തന്നെയാണ്. ആ കൊട്ടാരത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. പിന്നീട് ഇത് ചാപ്പലുകളാക്കി മാറ്റിയതാണ്. ശരിക്കും ഇത് ആ പഴയ ആ ഒരു തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ എല്ലാ കൺസ്ട്രക്ഷനും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ 3-ാം സ്ഥലത്തേക്കാണ്. നമ്മളങ്ങനെ 3-ാം സ്ഥലത്തെത്തി. 3-ാം സ്ഥലത്ത് പെട്ടെന്ന് എത്തിയതല്ല, ഇത്തിരി ദൂരം ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരാനായിട്ട്.
അപ്പോൾ അങ്ങനെ 3-ാം സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ എന്താ ഉള്ളതെന്ന് നോക്കാം. 3-ാം സ്ഥലം ശരിക്കും ഒരു ദേവാലയമായിട്ടല്ല, ചെറിയൊരു ചാപ്പൽ പോലെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് കയറി ഈ സൈഡിൽ ബെഞ്ചൊക്കെ ഉണ്ട്, ഇരുന്ന് പ്രാർത്ഥിക്കണമെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. ഈശോ കുരിശുമായി വീഴുന്ന ഒരു സ്റ്റാച്ചു ആണ് അവിടെ അൾത്താരയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് വളരെ സൈലൻ്റായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ട്. ശരിക്കും ഇതൊക്കെ ഇത്രയും വൈബുള്ളൊരു സ്ഥലം കാണാൻ പറ്റിയെന്നുള്ളത് തന്നെ ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ കുരിശിൻ്റെ വഴി പഠിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥയുണ്ട്. ഈശോ അനുഭവിച്ച ഈ പീഡാസഹനങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ സ്ഥലങ്ങൾ ഓരോന്നും വേദനയോടല്ലാതെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുകയില്ല. അത്രമാത്രം ബ്ലെസ്സിങ് ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഫ്രാൻസിസ്കൻ സഭക്കാർ എല്ലാ വെള്ളിയാഴ്ചയും 4 മണിക്ക് ഈ കുരിശിൻ്റെ വഴിയിലൂടെ ഈ 14 സ്ഥലങ്ങളിലും കുരിശിൻ്റെ വഴി അവർ നടത്താറുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് 4-ാം സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. 4-ാം സ്ഥലത്തെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതാണ് 4-ാം സ്ഥലം. ഇപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആണ്, നമുക്ക് കയറാൻ പറ്റത്തില്ല. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഈശോയും മാതാവും കണ്ടുമുട്ടിയ സ്ഥലം, അതുപോലെ മാതാവ് ഈശോയെ കാത്തു നിൽക്കുന്ന സമയത്ത് മാതാവിൻ്റെ കാൽപാദം പതിഞ്ഞ ആ സ്ഥലം അവിടെ, അതുപോലെ തന്നെ ആ കാൽപാദം അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മറക്കാതെ കാണുക. ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. ഇതാണ് 5-ാം സ്ഥലം. 5-ാം സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ? ഈശോയെ ശിമയോൻ കുരിശ് ചുമക്കാൻ സഹായിച്ച സ്ഥലമാണ് ഈ 5-ാം സ്ഥലം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു കുഞ്ഞ് ചാപ്പൽ പറയണത് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. നമുക്കത് കാണാനായിട്ട് ഇതെപ്പോൾ തുറക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ. ഇവിടുത്തെ ടൈം എനിക്ക് ഇവിടെ എഴുതിയും വെച്ചിട്ടില്ല ടൈം. അപ്പം നമുക്കതിനകത്ത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് സ്ട്രീറ്റിൽ തന്നെയുള്ള സ്ഥലം തന്നെയാണ്. ഈ സ്ട്രീറ്റിലാണ് എല്ലാവരും നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത്. ഇതിനിടയ്ക്ക് നമുക്കൊരു സ്ഥലം മിസ്സായിട്ടുണ്ട്, അതായത് 6-ാം സ്ഥലം മിസ്സായിട്ടുണ്ട്. അപ്പം നമ്മളിനിയിപ്പോൾ പോകുന്നത് 7-ാം സ്ഥലത്തേക്കാണ്. 6-ാം സ്ഥലത്തിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ 7-ാം സ്ഥലത്തേക്കാണ് പോകുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ഈശോ നടന്നു പോയ വഴികളാണ്. ശരിക്കും ജെറുസലേം എന്ന് പറയുന്ന ഒരു ഹിൽസ് ഏരിയയാണ്. ഇപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് നടന്നു പോകാം, വണ്ടിയിലൂടെ പോകാം, അതിനുള്ള സൗകര്യമുണ്ട്. അന്ന് ഇതെല്ലാം മലയും കുന്നും കാടുകളും ഒക്കെ ആയിരുന്നു. അപ്പം അതിലൂടെയാണ് ഈശോ ഈ കുരിശും വഹിച്ചുകൊണ്ട് ഈ പീഡ സഹിച്ചുകൊണ്ട് നടന്നു പോയത്. ഇവിടെയാണ് 7-ാം സ്ഥലം. 7-ാം സ്ഥലത്തും ഒരു കുഞ്ഞു ചാപ്പലുണ്ട്, അവിടെയും ക്ലോസ്ഡ് ആണ്. കണ്ടോ, ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് കയറാനൊന്നുമില്ല. ജസ്റ്റ് അതിനകത്തൊന്നും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൾത്താരയുണ്ട്, മെഴുകുതിരിയൊക്കെ കത്തിച്ച് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ കുരിശിൻ്റെ വഴി വരുമ്പോഴെല്ലാം നമ്മളെല്ലാം ഇങ്ങനെ പുറത്തു നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് ഓരോ സ്റ്റേഷൻസിലും. ഇതാണ് ഓൾഡ് സിറ്റി, പ്രോപ്പറായിട്ടുള്ള ഓൾഡ് സിറ്റി. അതായത് ജെറുസലേമിലെ ഓൾഡ് സിറ്റി എന്ന് പറയുന്ന സ്ഥലം ഇതാണ്. ഇത് ഈ സ്ട്രീറ്റിൻ്റെ 2 സൈഡിലും ഷോപ്സുകളാണ്. എല്ലാത്തരം സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇനി നമ്മൾ 8-ാം സ്ഥലത്തേക്കാണ് പോകുന്നത്. 8-ാം സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈശോ ഓർഷലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിച്ച സ്ഥലമാണ്. ഇവിടെ കൂടുതലൊന്നുമില്ല, അതായത് ചാപ്പലോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. സ്ട്രീറ്റിൽ തന്നെയാണുള്ളത്. ഈശോ ഇവിടെ നിന്ന് സ്ത്രീകളെ ആശ്വസിപ്പിച്ചതാണ്. ഈശോ പീഡ സഹിക്കുമ്പോഴും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ച ഒരു സ്പോട്ടാണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സ്ട്രീറ്റിലെ കാഴ്ചകൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.